പ്രൈസ് ലോർഡ്. വേദശാസ്ത്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ബൈബിളിൽ എത്ര ഏദൻ തോട്ടത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ബൈബിൾ പഠിച്ചു കഴിഞ്ഞപ്പം 2 ഏദൻ തോട്ടത്തെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. പക്ഷേ ഇന്ന് പലരും ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പം അയ്യോ പാസ്റ്ററെ, ഞങ്ങൾ ഒരു ഏദൻ തോട്ടത്തെക്കുറിച്ച് മാത്രമേ കേട്ടിട്ടുള്ളൂ എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് ഈ വിഷയം ഒന്ന് നമ്മൾ ചിന്തിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം വായിക്കുന്നു. അനന്തരം യഹോവയായ ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെ ആക്കി. ഇത് നമുക്കറിയാം. ദൈവം 6-ാമത്തെ ദിവസമാണ് എന്ത് ചെയ്യുന്നത്, മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. ബാക്കി എല്ലാ സൃഷ്ടികളെയും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഉളവായി വന്നതാണ്. പക്ഷേ മനുഷ്യനെ തൻ്റെ കരങ്ങൾ കൊണ്ട് മെനഞ്ഞുണ്ടാക്കി അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ മനുഷ്യന് വേണ്ടി അത് കഴിഞ്ഞ് ആദാമിനൊരു ഗാഠനിദ്ര ഉണ്ടായി. ദൈവം അവനെ ഉറക്കി അവൻ്റെ വാരിയിൽ നിന്ന് ഹവ്വയെ ഉണ്ടാക്കിയെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ ആദിമ മനുഷ്യരായ ആദാമനും ഹവ്വയ്ക്കും വേണ്ടി ദൈവം എന്ത് ചെയ്തു, കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി. അതായത് ഇവർക്ക് താമസിക്കാൻ വേണ്ടി മാത്രം ഒരു തോട്ടമുണ്ടാക്കിയെന്നാണ് പറയുന്നത്. അപ്പോൾ ആ തോട്ടത്തിന് ദൈവം എന്താണ്, അത് ആ ഏദൻ തോട്ടം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം എന്നിട്ട് അവിടെ പറയുന്നുണ്ട്, തോട്ടം നനപ്പാൻ, അതിന് 10-ാം വാക്യം, ഒരു നദി ഏദനിൽ നിന്ന് പുറപ്പെട്ടു, അത് അവിടെ നിന്ന് 4 ശാഖയായി പിരിഞ്ഞു. അപ്പോൾ ഈ തോട്ടത്തിൽ നിന്ന് ഒരു നദി പുറപ്പെട്ടു വന്നു, അത് അവിടെ നിന്ന് 4 ശാഖയായിട്ട് പിരിഞ്ഞു എന്നൊക്കെ എന്ത് ചെയ്യുന്ന ബൈബിൾ പറയുന്നുണ്ട്. അപ്പം ഈ ആദിമ മനുഷ്യരായ ആദാമിനെയും ഹവ്വയെയും പാർപ്പിക്കുവാൻ വേണ്ടി ദൈവം ഉണ്ടാക്കിയ തോട്ടമാണ് ഈ ഉൽപ്പത്തിയിൽ കാണുന്ന ഏദൻ തോട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഈ തോട്ടത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ തോട്ടത്തിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത്, സ്ത്രീയോട് പാമ്പ് വന്നിട്ട് എന്ത് ചെയ്തു, ഈ വൃക്ഷത്തിൻ്റെ ഫലം തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ പാപം ചെയ്തത്, ആദാമും ഹവ്വയും പാപം ചെയ്ത് ഈ ഏദൻ തോട്ടത്തിൽ നിന്നാണ്. അങ്ങനെ ദൈവം അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് എന്ത് ചെയ്തു, പുറത്താക്കി കളഞ്ഞു എന്ന് ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നു. അപ്പോൾ ഈ ഏദൻ തോട്ടത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും എന്തുണ്ട്, അറിവുണ്ട്. എന്നാൽ നമുക്ക് അടുത്ത 2-ാമതായി പറയുന്ന ഏദൻ തോട്ടത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി ചിന്തിക്കാൻ പോകുന്നത്. അത് എസ്കേൽ പ്രവചനം അതിൻ്റെ 28-ാം അധ്യായം അതിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. നീ ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിൽ ആയിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിലായിരുന്നു എന്ന് അപ്പോൾ ഇവിടെ ഒരു ഏദൻ തോട്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നത്, താമരമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബാകുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു. ഇത് ലൂസിഫർ എന്ന ദൂതനെ കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നത്. യെശയ്യാപ്രവചനം 14-ലും യെശയ്യാപ്രവചനം 14-ലും എസ്കേൽ 28-ലും ഈ ലൂസിഫർ എന്ന ദൂതനെ കുറിച്ച് കാണാൻ കഴിയും. എന്നിട്ട് അതിന് 15-ാം വാക്യം പറഞ്ഞു, നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. അപ്പോൾ ഇവിടെ ഈ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്ന ദൂതഗണങ്ങളുടെ ലീഡറായിരുന്നു ലൂസിഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദൂതൻ മാത്രമല്ല, ഗബ്രിയേലും അവൻ്റെ ഗണങ്ങളുമുണ്ട്, മീകായേലും അവൻ്റെ ഗണങ്ങളുണ്ട്. മീകായേൽ യുദ്ധദൂതനാണ്, ഗബ്രിയേൽ ദൂതുവാഹനാണ്, ഈ ലൂസിഫർ ആരാധന ദൂതനാണ്. ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ ദൂതഗണങ്ങളൊക്കെ ഉള്ള സമയത്ത് ഇവിടെ പറയുന്നു, ഈ ലൂസിഫർ അവനെന്താണ്, എവിടെയായിരുന്നു എന്ന് പറഞ്ഞേ, നീ ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിൽ ആയിരുന്നു. അപ്പോൾ വളരെ വ്യക്തമാണ്, ഈ ദൂതനെ പാർപ്പിക്കുവാൻ വേണ്ടി അവൻ്റെ ഗണങ്ങൾ താമസിച്ചിരുന്ന ആ ഒരു തോട്ടമായിരുന്നു എസ്കേൽ 28-ന്റെ 13-ൽ പറയുന്ന ഈ തോട്ടമായ ഏദൻ. ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ? നമ്മൾ കണ്ടു ഉൽപ്പത്തിയിൽ 2-ാം അധ്യായത്തിൽ കണ്ടത് ആദിമ മനുഷ്യരായ ആദാമിനെയും ഹവ്വയെയും പാർപ്പിക്കുവാൻ വേണ്ടി ദൈവം ഉണ്ടാക്കിയ തോട്ടമായിരുന്നു. പക്ഷെ ഇത് ദൂതന്മാർ പാർത്ത തോട്ടമായിരുന്നു എസ്കേൽ 28-ന്റെ 13-ൽ പറയുന്ന ഈ ഏദൻ തോട്ടം എന്ന് പറയുന്നത്. അപ്പോൾ നിശ്ചയമായിട്ടും ബൈബിളിൽ
2 ഏദൻ തോട്ടത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ദൂതന്മാർ പാർത്തിരുന്ന ഏദൻ തോട്ടം, ലൂസിഫറും അവൻ്റെ കൂട്ടിരുന്ന ഏദൻ തോട്ടം. 2 ആദിമനുഷ്യരായ ആദാമും ഹവ്വയും പാർത്തിരുന്ന ഏദൻ തോട്ടം. ഓക്കെ, കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പുതിയ ചിന്തകളുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ കടന്നു വരാം. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.